ഇന്നത്തെ ലഞ്ച് ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. ഒരു പച്ചത്തീയലാണ് ഇന്നത്തെ ഒഴിച്ചുകറി. എൻ്റെ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ബാക്കി വരുമ്പം അതൊക്കെ ഇരയാവുന്നത് ഈ പച്ചത്തീയലിലോട്ടാണ്. ഈ പച്ചത്തീയലെന്ന് പറഞ്ഞാൽ ഇതൊരു പച്ച നിറത്തിലുള്ള തീയലല്ല. തേങ്ങ വറുത്തരയ്ക്കാതെ പച്ചയ്ക്ക് അരച്ച് കറി വയ്ക്കുന്ന തീയലാണ് പച്ചത്തീയൽ. വെണ്ടയ്ക്ക, ചുണ്ടയ്ക്ക, അച്ചിങ്ങ, പീച്ചിങ്ങ മുതലായ എല്ലാ പച്ചക്കറികളും ഈ കറിയിലോട്ട് പോകും. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഗുണ്ടൂർ മുളകിട്ട് കടുക് വറുക്കുമ്പോൾ ചില കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ രസം, സാമ്പാർ, തീയൽ എക്സെട്ര. അതായത് ഈ കടുക് പൊട്ടിച്ചതിലോട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് തട്ടുക. പിന്നെ കുറച്ച് തേങ്ങയിലോട്ട് ഒരു 4 ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, പുളി ഇതെല്ലാം കൂടി അരച്ച് ഈ പച്ചക്കറിയിലോട്ട് ഒഴിക്കുക. ഉപ്പിടാൻ മറക്കണ്ട. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. 1-2 പച്ചമുളക് മാത്രം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ക്യാരറ്റ് തോരനാണ്. ചോപ്പറിൽ കുനുകുനാന്ന് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ കടുക് പൊട്ടിച്ച് പച്ചമുളകും സവാളയൊക്കെ വഴറ്റി അതിലോട്ട് നമ്മുടെ ക്യാരറ്റ് അങ്ങോട്ട് തട്ടാം. ഇനി ഇത് കുക്കായി കഴിയുമ്പോൾ കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ക്രഷ് ചെയ്ത് അതിനകത്തോട്ട് ഇടുക. തോരൻ സെറ്റായി. പിന്നെ വെറുതെ ഒരു ഭംഗിക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. പിന്നെ ഒരു അലങ്കാരത്തിന് ഒരു മാംഗോ സ്മൂത്തി കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. ചൂടൊക്കെ അല്ലേ. നല്ല പഴുത്ത മാങ്ങ, ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ചിൽഡ് മിൽക്കും ചേർത്ത് മിക്സി നന്നായിട്ട് അടിക്കുക. പഞ്ചസാര ഓപ്ഷണലാണ്, വേണേ ചേർത്താൽ മതി. പക്ഷേ പാല് നല്ല തണുത്തത് തന്നെ വേണം. അങ്ങനെ സ്മൂത്തിയും റെഡിയായി. അപ്പോൾ ചോറും ക്യാരറ്റ് തോരനും ഓംലെറ്റും പിന്നെ ഞാനുണ്ടാക്കിയ എൻ്റെ സ്വന്തം അച്ചാറും പച്ചത്തീയലും പിന്നെ മാംഗോ സ്മൂത്തിയും. എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ കേട്ടോ.